മറ്റൊരു വീട്ടിൽ നാം കടന്നു ചെല്ലുന്ന സമയത്ത് നമ്മുടെ മക്കളെ നാം കാര്യമായി ശ്രദ്ധിക്കേണ്ടതുണ്ട്. അവരെ നമ്മൾ നന്നായിട്ട് കെയർ ചെയ്യേണ്ടതുണ്ട്. അതായത് മറ്റൊരു വീട്ടിലേക്ക് കടന്നു ചെല്ലുന്ന സമയത്ത് ഒരുപക്ഷെ ആ വീട്ടിലെ ഷോക്കേസിൽ വെച്ചിട്ടുള്ള പല കാര്യങ്ങളും, പല ടോയ്സ് ആവട്ടെ, പലതരത്തിലുള്ള കാര്യങ്ങൾ അത് എടുക്കാൻ വേണ്ടി വാശി പിടിക്കുന്ന നമ്മുടെ ചില മക്കൾ, ഒരുപക്ഷെ വന്നത് ഗസ്റ്റ് അല്ലേ എന്ന് വിചാരിച്ച് ആ വീട്ടിലെ ആള് എന്നാ പിന്നെ കുഴപ്പമില്ല എടുത്തു കൊടുക്കാം എന്ന് പറഞ്ഞിട്ട് ആ ഷോക്കേസിലുള്ള കാറുകളോ അല്ലെങ്കിൽ മറ്റു പല കാര്യങ്ങളും കളിച്ച് അത് കേടുവരുത്തി വൃത്തികേടാക്കി ഇങ്ങനെ കളിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഒരുപക്ഷെ ആ വീട്ടിലെ കുട്ടികൾക്ക് അവരുടെ രക്ഷിതാക്കൾ കൊടുക്കുക പോലും ചെയ്യാതെ കെയർ ചെയ്ത് സൂക്ഷിച്ചു വെച്ചിട്ടുള്ള കാര്യത്തിന് വേണ്ടിയാണ് നമ്മുടെ മക്കൾ കരയുന്നത്. അത് മൈൻഡ് ചെയ്യാതെ അവർക്കത് എന്നാ ആയിക്കോട്ടെ നീ കളിച്ചോ എന്ന് പറഞ്ഞിട്ട് മാറ്റി അത് അങ്ങനെ ആ രീതിയിൽ വിടുന്നതിന് പകരം അവിടെ നമ്മളൊന്ന് കീപ്പ് ചെയ്യേണ്ടതുണ്ട്. നമ്മുടെ കുഞ്ഞുങ്ങളെ നമ്മൾ കീപ്പ് ചെയ്യേണ്ടതുണ്ട്. എന്തുകൊണ്ട് ആ കാറ് അവിടെ തന്നെ ഉണ്ടായി? ആ വീട്ടിലെ കുട്ടികൾ അത് സൂക്ഷിച്ചത് കൊണ്ടാണ്. നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് കേടുവരുത്താനുള്ളതല്ല അത്. ഒരുപക്ഷെ നമ്മുടെ കുഞ്ഞുങ്ങൾ ഈ കാറെടുത്ത് ഇങ്ങനെ കേടുവരുത്തുന്ന രീതിയിൽ മറ്റു ആക്ടിവിറ്റീസ് ചെയ്യുമ്പോൾ അവിടെയുള്ള ആളുകൾക്ക് ചങ്ക് പടയുന്നുണ്ട്. അവിടെ കുട്ടികൾക്ക് ഒരുപക്ഷെ വല്ലാതെ പ്രയാസപ്പെടുന്നുണ്ട്. ചില കുട്ടികൾ കരയുന്നുണ്ടായിരിക്കും. എന്നാലും നമ്മളതൊന്നും മൈൻഡ് ചെയ്യില്ല. നമ്മുടെ മക്കൾ കാരണം അവിടെയുള്ള കുട്ടികൾക്ക് പോലും വിഷമം ഉണ്ടാവരുത് എന്ന ഒരു ചിന്തയിലേക്കാണ് നമ്മൾ ഈ വിഷയത്തിൽ എത്തേണ്ടത്. മറ്റു ചില ആളുകളുടെ ഒരു സ്വഭാവം എന്ന് പറയുന്നത് ഒരു വീട്ടിലെത്തിക്കഴിഞ്ഞാൽ കുറേ നേരം ഫോണിൽ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുക. ഹോസ്റ്റ് ആ വീട്ടിലെ ആതിഥേയെ നമ്മൾ കാത്തിരിക്കുന്നുണ്ട്. എന്നിട്ട് ഫോണിൽ ഇങ്ങനെ സംസാരിക്കും. ഞാൻ അത് ചെയ്തു, ഞാൻ മറ്റത് ചെയ്തു, ഞാൻ അവിടെ പോയി, ഞാൻ ഇവിടെ പോയി, അങ്ങനെയായിരുന്നു ഇങ്ങനെയായിരുന്നു, ഞാനുള്ളത് കൊണ്ട് നടന്നു, ഇങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ ഇങ്ങനെ പറയുക. നമ്മൾ വിചാരിക്കുന്നത് ഇതൊക്കെ ഒരു വലിയ സംഭവമാണെന്ന്. ആക്ച്വലി ഓപ്പണായി, ടു ബി ഫ്രാങ്ക്, ഇറ്റ് ഈസ് റിയലി ബോറിംഗ്. മറ്റൊരാളുടെ വീട്ടിൽ ചെന്നിട്ട് ആ ഹോസ്റ്റിനോട് സംസാരിക്കാൻ സമയമില്ലാതെ ഫോണിൽ ഇങ്ങനെ ബോസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇറ്റ്സ് റിയലി ബോറിംഗ്. ഇറ്റ്സ് എ ബോറിംഗ് ബിസിനസ്. അത് വളരെ ബോറിംഗ് ആയിട്ടുള്ള ഒരു കാര്യമാണത്. ഹോസ്റ്റ് നിങ്ങളുമായിട്ട് സംസാരിക്കാൻ കാത്തിരിക്കുകയാണ്. നിങ്ങൾ ഫോണ് ഞാൻ പിന്നെ വിളിക്കാം, നമുക്ക് പിന്നെ സംസാരിക്കാം എന്ന് പറഞ്ഞിട്ട് ആ ഫോണ് കട്ട് ചെയ്ത് ഹോസ്റ്റിനോടാണ് സംസാരിക്കേണ്ടത്. അതുപോലെ തന്നെ മറ്റൊരു വീട്ടിൽ ചെല്ലുന്ന സമയത്ത് നമ്മുടെ കുഞ്ഞുങ്ങളുടെ അത്രയും മാർക്ക് ആ വീട്ടിലെ കുഞ്ഞുങ്ങൾക്ക് ഇല്ലെങ്കിൽ മാർക്കിനെ കുറിച്ച് മിണ്ടരുത് അവിടെ. അല്ലെങ്കിൽ നമ്മുടെ ആ വീട്ടിലെ കുഞ്ഞുങ്ങളെക്കാളും നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് എന്തൊക്കെയോ കഴിവുകളുണ്ടെങ്കിൽ അവിടെ ആ കാര്യവും മിണ്ടരുത്. എന്റെ മകന് പാട്ടിൽ കഴിഞ്ഞ ജില്ലാ മത്സരത്തിൽ ഫസ്റ്റ് കിട്ടിയിരുന്നു, ഇവിടെയൊക്കെ എങ്ങനെയാണ് ഗ്രേഡ് ഇത്രയുണ്ടായിരുന്നു, നിനക്ക് എത്രയാണ് ഗ്രേഡ്, ഇവിടുത്തെ കുട്ടികൾ എങ്ങനെയാണ് എന്നൊക്കെ പറഞ്ഞിട്ട് ഒരിക്കലും ആ കുട്ടികൾക്ക് ഇല്ലാത്തതാണെങ്കിൽ അതവിടെ പറയരുത്. യു ക്യാൻ എൻകറേജ് ദം. നമുക്കവരെ മോട്ടിവേറ്റ് ചെയ്യാം, നമുക്കവരെ പ്രോത്സാഹിപ്പിക്കാം. മോനെ നന്നായി പഠിക്കണോട്ടാ, നന്നായി പഠിച്ചു കഴിഞ്ഞാൽ മോന് ഒരുപാട് വിജയം നേടാം, മോൻ നന്നായി കഴിവുള്ള ആളാണ്, കണ്ടാൽ തന്നെ മനസ്സിലാവും രീതിയിൽ മോട്ടിവേറ്റ് ചെയ്യാം, എൻകറേജ് ചെയ്യാം തീർച്ചയായിട്ടും. പക്ഷെ അവർക്കില്ലാത്ത കാര്യങ്ങൾ ഉണ്ടെന്ന് പറഞ്ഞ് സ്വന്തം മക്കൾ അവരുടെ മുമ്പിൽ ആളാക്കാൻ വേണ്ടിയിട്ട് ഒരിക്കലും സംസാരിക്കരുത്. അതുപോലെ തന്നെയാണ് ചില ആളുകൾ പറയാറുണ്ട്, എന്താ ചെയ്യാ വല്ലാത്ത ചൂടാണ്, ഒരു നിലക്കും താങ്ങാൻ പറ്റുന്നില്ല, അവസാനം ഞങ്ങൾ വീട്ടിൽ AC വെച്ചിരിക്കുകയാണ്, മക്കൾക്കൊന്നും ഇപ്പൊ AC ഇല്ലാതെ ഉറങ്ങാൻ വയ്യ, അവരാകെ അങ്ങോട്ട് തിരിഞ്ഞ് ഇങ്ങോട്ട് മറിഞ്ഞ് ഉരുണ്ട് പിരിഞ്ഞ് കിടക്കുന്നത് കണ്ടിട്ട് അവർക്ക് ഉറങ്ങാൻ പറ്റാത്തത് കൊണ്ട് ഞങ്ങളിപ്പോൾ AC വെച്ച് കൊടുത്തിരിക്കുക, ഇനിയിപ്പോൾ എപ്പോഴും എല്ലാ രാത്രിയും അവർക്ക് AC വേണം, അല്ലാതെ അവർക്ക് ഉറങ്ങാൻ പറ്റുന്നില്ല. ആ വീട്ടിലെ കുട്ടികൾക്കും ക്ഷീണമുണ്ട്, ആ വീട്ടിലെ മക്കൾക്കും ഉറക്കുണ്ട്, ആ വീട്ടിലെ കുഞ്ഞുങ്ങൾക്കും ചൂടുണ്ട്. ഇത് നാം മനസ്സിലാക്കേണ്ടതുണ്ട്. നിങ്ങൾ AC വെച്ചിട്ടുണ്ടെങ്കിൽ അത് അവിടെ ഇരുന്നോട്ടെ, ഇറ്റ്സ് ഓക്കെ. പക്ഷെ അത് മറ്റൊരു വീട്ടിൽ പോയി ആ കുഞ്ഞുങ്ങളുടെ മാതാപിതാക്കൾ, ഏതൊരു മാതാപിതാക്കൾക്കും തങ്ങളുടെ കുഞ്ഞുങ്ങൾ എത്രയും നല്ല രീതിയിൽ വളർത്തണമെന്നാണ് ആഗ്രഹം ഉണ്ടാവുക. ഒരുപക്ഷെ അവർക്ക് അതിനുള്ള സാമ്പത്തിക ശേഷി ഇല്ലാതിരിക്കാം. ഇങ്ങനെയുള്ള പലതരത്തിൽ നമ്മൾ പെരുമാറുന്ന സമയത്ത് ഇവരൊന്ന് പോയി കിട്ടിയെങ്കിൽ എന്ന് ആ വീട്ടിലുള്ള ആളുകൾ, ഫ്ളാറ്റിലുള്ള ആളുകൾ ആഗ്രഹിക്കുന്ന അവസ്ഥയാണ്. അത്തരം ഘട്ടങ്ങളിൽ നമ്മൾ നമ്മുടെ പേഴ്സണാലിറ്റിയെ, ഇൻഡിവിജ്വാലിറ്റിയെ കാര്യമായി ശ്രദ്ധിക്കുകയും നമ്മുടെ ഒരു വാക്കുകൊണ്ട് പോലും ആ വീട്ടിലെ ഒരാൾക്ക് പോലും ഒരു ബുദ്ധിമുട്ടുണ്ടാവുന്നില്ല എന്നത് ഉറപ്പുവരുത്തുക എന്നുള്ളതാണ്. അങ്ങനെ വരുന്ന സമയത്ത് നമ്മുടെ ബന്ധം ഒരിക്കലും നമ്മുടെ യാത്രകൾ, നമ്മുടെ സാന്നിധ്യം മറ്റുള്ളവർക്ക് ഒരു പ്രയാസമാവില്ല. അവർക്ക് സന്തോഷം നൽകുന്ന സാന്നിധ്യങ്ങളായിട്ട് നമ്മുടെ ഓരോ വാക്കും പ്രവൃത്തിയും മാറുമെന്നുള്ളതാണ്. അതിന് നമുക്ക് തീർച്ചയായിട്ടും സാധിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് മറ്റു വിഷയങ്ങളുമായി അടുത്ത എപ്പിസോഡുകൾ വീണ്ടും കാണാം. വാച്ച് ആൻഡ് സബ്സ്ക്രൈബ്. ഹാപ്പി